ഇന്നലെ ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തിയെന്നുണ്ടെങ്കിലും രാവിലെ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ഇവരെ കളിപ്പിക്കാനോ പുറത്ത് നടത്തിക്കാനോ ഒന്നും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നേരെ അവരെ കുറച്ചേറെ ഇറക്കിയതിന് ശേഷം അങ്ങോട്ട് കൂട്ടിലാക്കിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള മൊറയൂർ ശിവക്ഷേത്രത്തിലേക്കുള്ളൊരു പോക്കാണ് കേട്ടോ. നട അടയ്ക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ വെച്ച് എൻ്റെ സുഹൃത്ത് നിമ്മയെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അത് അവൾ പറഞ്ഞില്ല, സ്റ്റാറ്റസ് വഴിയാണ് പിന്നീട് ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു ദിവസം അവളെ കാണാൻ പറ്റിയതിലും ഈ ഒരു വീഡിയോയിലൂടെ വിഷ് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഞാനും മോറ്റാട്ടും അച്ഛനൊക്കെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അത് എല്ലാ മാസം ഞാൻ പോകുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ പിന്നീട് എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. കുറച്ച് ലാഗ് അടിച്ചെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ നല്ല അടിപൊളി പൈനാപ്പിൾ ജ്യൂസും അച്ഛൻ ചായയും ഉള്ളിവടയൊക്കെ കഴിച്ചതിന് ശേഷമാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ ഞാൻ അങ്ങോട്ട് അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ അമ്മ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം ഓടി അങ്ങോട്ട് വീട്ടിലെത്തിയപ്പോഴോ കാറ്റൊക്കെ വന്ന് മുറ്റം കിടക്കുന്ന കിടത്തം കണ്ടില്ലേ. ഇതിനിടയിൽ അവരെ ഞാൻ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മുതൽ അധിക സമയം ഇറങ്ങാത്തതിൻ്റെ എല്ലാ ആക്രാന്തം മൂന്നെണ്ണത്തിനുണ്ടായിരുന്നു. പൊരിഞ്ഞ കളിയായിരുന്നു കേട്ടോ. ഇതിനിടയിൽ ഒരുത്തി നൈസായിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് എന്തോ കിടന്ന് കടിക്കുന്നുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ എന്താ വേറെ നല്ലൊരു കല്ല്. തിന്നാൻ പറ്റുന്ന വല്ലതോ കടിക്കുന്ന വെച്ചാൽ തരക്കേടില്ലായിരുന്നു. ഇതൊക്കെ കടിച്ചിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണാവോ. പിന്നെ ഇവർക്ക് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നേരെ അങ്ങോട്ട് കൂട്ടിലാക്കി കേട്ടോ. പിന്നാലെ നിബിതയുടെ അമ്മയും നാത്തൂനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അടുത്തേക്ക് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും അവരിങ്ങോട്ട് വരുമ്പോഴും എനിക്കുണ്ടാവുന്ന സന്തോഷം ചെറുതൊന്നല്ല കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇതുപോലെ സുഹൃത്തുക്കൾ? ഒരു 8 വർഷത്തിൽ കൂടുതൽ നിൽക്കുന്ന സുഹൃത്തൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്കതൊരു വലിയൊരു ഭാഗ്യം കേട്ടോ. എനിക്കും ഉണ്ട്. പക്ഷേ ഞങ്ങളിപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണെന്ന് മാത്രം. ഒരു പക്ഷേ എൻ്റെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും ഇറക്കങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിൽ പലതും വിധിയോട് മല്ലിട്ടുകൊണ്ട് തിരിച്ചു പിടിച്ചിട്ടുമുണ്ട്, ഇപ്പോഴും മല്ലിട്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും തിരിച്ചു തരാൻ സാധിക്കാത്ത ഒന്നായിപ്പോയി ഈ ഒരു നഷ്ടം. എന്നിരുന്നാലും ഞാനുള്ളിടത്തോളം കാലം എൻ്റെ മനസ്സിൽ എൻ്റെ ഈ ഒരു സുഹൃത്ത് എന്നും ഉണ്ടാവും കേട്ടോ. വേദന പറയാനും സന്തോഷം പറയാനും സങ്കടം പറയാനും.